രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായ മാറ്റത്തെ പ്രശംസിച്ചിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. നാഴികയ്ക്ക് 40 വട്ടം രാഹുലിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന സ്മൃതി ഇറാനി ഇന്ന് രാഹുലിനെ പ്രശംസിച്ചുകൊണ്ടെത്തിയത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമായാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എല്ലായിടത്തും ധരിക്കുന്ന വൈറ്റ് ടീഷർട്ടിലൂടെ രാജ്യത്തെ യുവാക്കൾക്ക് അദ്ദേഹം വലിയൊരു സന്ദേശമാണ് നൽകുന്നതെന്നായിരുന്നു സ്മൃതി ഇറാനി രാഹുലിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത്. രാഹുൽ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് വിജയം നേടാനായി എന്നാണ്. പുതിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. ജാതിയെക്കുറിച്ച് രാഹുൽ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഒരു വെളുത്ത നിറത്തിലുള്ള ടീഷർട്ടാണ് അദ്ദേഹം ധരിക്കുന്നത്. യുവാക്കൾക്ക് ഇത് എന്ത് തരം സന്ദേശമാണ് നൽകുന്നതെന്ന് രാഹുലിന് നന്നായി അറിയാമെന്നും സ്മൃതി ഇറാനി പറയുന്നുണ്ട്. അതേസമയം രാഹുലിനെതിരെ വിമർശനം ഉന്നയിക്കാനും മുൻ കേന്ദ്രമന്ത്രി മറന്നില്ല. രാഹുലിന്റെ രാഷ്ട്രീയത്തിന് ആത്മാർത്ഥതയില്ലെന്നായിരുന്നു അവർ ഇത്തവണ ചൂണ്ടിക്കാണിച്ചത്. രാഹുൽ വളരെ കണക്കുകൂട്ടലോടെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇത് ഒരു പ്രത്യേക തരം ജനവിഭാഗത്തിന് വേണ്ടിയാണ്. അവരെയാണ് ഇത് സ്വാധീനിക്കുക. മാത്രമല്ല, രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതിനെ വില കുറച്ച് കാണുന്നതിലും സ്മൃതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രാഹുൽ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യത്തിൽ തെറ്റിദ്ധാരണ പാടില്ല. അത് നല്ലതോ മോശമോ ഇനി ബാലിശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും വില കുറച്ച് കാണരുത്. അത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണെന്നും സ്മൃതി ഇറാനി പറയുന്നു. കോൺഗ്രസ് മുൻകാലങ്ങളിൽ പിന്തുടർന്ന മൃദു ഹിന്ദുത്വത്തെയും സ്മൃതി വിമർശിച്ചു. രാഹുൽ മുൻപ് തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തിയതൊന്നും വോട്ടർമാർ കാര്യമായി എടുത്തിട്ടില്ല. പലരും ഇതിനെ സംശയത്തോടെയാണ് കണ്ടത്. വിജയം കാണാത്ത ഈ തന്ത്രത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി പുതിയ രാഷ്ട്രീയ വിജയങ്ങൾ നേടിയത്. ക്ഷേത്ര സന്ദർശനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. അതെല്ലാം തമാശയായി മാറുന്നതാണ് നാം കണ്ടത്. ചിലർ ഇത് തീർത്തും മോശമെന്നാണ് പറഞ്ഞത്. ഈ തന്ത്രം വിജയിക്കാത്തത് കൊണ്ട് രാഹുൽ മറ്റൊന്നിലേക്ക് മാറി. ജാതി വിഷയം രാഹുൽ ഉന്നയിച്ചത് വിജയം കാണാൻ വേണ്ടിയാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു വെക്കുന്നു. രാഹുലിന്റെ ജാതി വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. വിശാലമായ അർത്ഥത്തിലുള്ള തന്ത്രമാണിത്. അതിലൂടെ രാഹുലിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി നിലനിർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ രാഹുൽ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിക്കാനാവില്ല. പ്രകോപന പരാമർശങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. അടുത്തിടെ ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മിസ് ഇന്ത്യയിൽ അടക്കം വരുന്നില്ലെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. മിസ് ഇന്ത്യ മത്സരം സർക്കാർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നല്ല. എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ രാഹുൽ ആ വിഷയം ഉന്നയിച്ചു. അത് മാധ്യമങ്ങളിൽ വാർത്തയാവുമെന്നും രാഹുലിന് നന്നായിട്ടറിയാം. രാഹുലിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ആത്മാർത്ഥത കുറവാണ്. സ്വാഭാവികമായുള്ള മൂല്യങ്ങളെക്കാൾ വളരെ കണക്കുകൂട്ടി കാര്യങ്ങൾ ചെയ്യുകയാണ് രാഹുൽ ചെയ്യുന്നത്. എല്ലാം വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണെന്നും സ്മൃതി ഇറാനി തുറന്നടിച്ചു. അതേസമയം ഈ അവസരത്തിൽ യുപിയിലെ തോൽവിയെക്കുറിച്ചും അവർ സംസാരിച്ചു. അമേഠി തനിക്ക് വൈകാരികവും പ്രത്യയശാസ്ത്രപരവുമായ വിഷയമാണെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുപിയിലെ പ്രധാന മണ്ഡലത്തിലെ തോൽവിയിൽ താൻ നിരാശയല്ലെന്നുമാണ് ബിജെപി നേതാവ് പറഞ്ഞത്. തിരഞ്ഞെടുപ്പുകൾ വരും പോകും. അമേഠിയിൽ നിന്ന് തോറ്റതിൽ എനിക്ക് വിഷമമില്ല. 1 ലക്ഷം കുടുംബങ്ങൾ ഇപ്പോൾ സ്വന്തം വീടുകളിൽ താമസിക്കുന്നു. 80,000 വീടുകളിൽ ഇപ്പോൾ വൈദ്യുതിയുണ്ട്. 2 ലക്ഷം കുടുംബങ്ങൾക്ക് ആദ്യമായി ഗ്യാസ് സിലിണ്ടറുകൾ ലഭിച്ചു. ഇതാണ് എന്റെ യഥാർത്ഥ വിജയമെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ വാദം. എംപിയെ അമേഠിയിൽ കാണാറില്ലെന്ന് മുൻപ് ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മണ്ഡലം ഒരിക്കലും അവഗണിക്കപ്പെടുന്നില്ലെന്ന് താൻ ഉറപ്പുവരുത്തിയിരുന്നതായും അവിടെ ഒരു വീട് വാങ്ങിയതായും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അമേഠിയിൽ കന്നി അംഗത്തിനിറങ്ങിയ KL ശർമ്മ ഇറാനിയെ പരാജയപ്പെടുത്തിയത്. 2019 രാഹുൽ ഗാന്ധിയെ സ്മൃതി തോൽപ്പിച്ചപ്പോൾ നേടിയതിന്റെ 3 ഇരട്ടി മാർജിനിലായിരുന്നു ശർമ്മയുടെ മിന്നുന്ന വിജയം. 2019 തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതിനു ശേഷം ജയന്റ് കില്ലറായി വാഴ്ത്തപ്പെട്ട ഇറാനി 2024 ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയോട് ദയനീയമായി പരാജയപ്പെട്ടതോടെ വട്ടപൂജ്യമായിരിക്കുകയാണ്.